ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെങ്കോട്ടയിലേക്ക് വരികയാണ്. 7:30 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള പ്രസംഗം. ചെങ്കോട്ടയിൽ നിന്ന് എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ഉള്ളതുപോലെ കൃത്യമായ സമയക്രമമാണിതുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ചെങ്കോട്ടയ്ക്ക് അടുത്തായി കഴിഞ്ഞു. റെഡ് ഫോർട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഈ വാഹനവ്യൂഹം റെഡ് ഫോർട്ടിലെത്തുന്നതോടെ 7:30 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം ആരംഭിക്കും. രാജ്യത്തോടായി അദ്ദേഹം നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറയാനുള്ളതൊക്കെ അദ്ദേഹം പറയും. ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വരുന്നതിൻ്റെ കാഴ്ചയാണ്. അല്പനിമിഷങ്ങൾക്കകം രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ വളരെ അടുത്തേക്ക് തന്നെ ഒഴുകിയെത്തുന്ന ഒരു ഇംപ്രഷനാണ് ഈ വാഹനവ്യൂഹം നമുക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി രാവിലെ 7:30 രാജ്യത്തോടായി പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരുപക്ഷെ സ്വാതന്ത്ര്യദിനത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ കരുത്തും ശക്തിയും ലോകത്തെ വിളിച്ചറിയിക്കുന്ന പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയതുപോലെ തന്നെ ഇത്തവണയും ഉണ്ടാകുക. മാത്രമല്ല 2047 ഇന്ത്യ കരുത്ത് ഉള്ള ഒരു ലോകശക്തിയായി മാറുന്നതിൻ്റെ പ്രഖ്യാപനമൊക്കെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രഭാതം ഓരോ ഇന്ത്യക്കാരനും വളരെ ആവേശത്തോടെ അഭിമാനത്തോടെ കാണുന്ന ഈ ദിവസം അദ്ദേഹം നടത്താൻ പോകുന്ന പ്രസംഗത്തിന് രാജ്യാന്തര പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിക്കഴിഞ്ഞു. വാഹനവ്യൂഹം അവിടെ എത്തിച്ചേർന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം പ്രസംഗ പീഠത്തിലേക്ക് അദ്ദേഹം യാത്രയാകും. അതിനു മുമ്പ് ആളുകളെയൊക്കെ തന്നെ അദ്ദേഹം അഭിവാദ്യം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ദേശീയ റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തുന്ന പ്രസംഗത്തിനായി അദ്ദേഹം എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം പ്രതിരോധ മന്ത്രിയൊക്കെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. 7:30 അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുക. सेना पुलिस तबादकर आपके निरीक्षण के लिए तैयार है श्रीमान। Commander Arun Kumar Mehta informing the Prime Minister that the Guard is ready for inspection and requesting him to do the inspection. And once the inspection starts, the band positioned there will strike up a slow march. प्रधानमंत्री को सलामी गारद देने वाले दस्ते में थल सेना, नौसेना और वायुसेना और दिल्ली पुलिस के एक अधिकारी और 24 जवान शामिल हैं। The inspection of the Guard of Honor complete. The Prime Minister will now move towards രാധാകൃഷ്ണൻ the കൂടി ഡൽഹിയിൽ ramparts. നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. രാധാകൃഷ്ണൻ, അവിടെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്ത് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. അദ്ദേഹം ഇനി 7:30 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? The Prime Minister's address to the nation are the high point of today's celebrations here.
SKN അദ്ദേഹം പ്രസംഗ പീഠത്തിന് മുകളിലേക്ക് പോകുന്നതിന് മുൻപാണ് ഈ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക. ഓരോ വർഷവും ഇടവിട്ട് നമ്മുടെ ഓരോ സേനാ വിഭാഗങ്ങൾക്കാണ് ഈ ഗാർഡ് ഓഫ് ഓണറിന് ഏകോപനത്തിൻ്റെ നേതൃത്വം ഉള്ളത്. ഇത്തവണ നാവികസേനയ്ക്കായിരുന്നു. നാവികസേനയുടെ കമാൻഡർ അരുൺ കുമാർ മേത്തയായിരുന്നു ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാനായി അദ്ദേഹത്തെ ക്ഷണിച്ചത്. തുടർന്ന് കര, നാവിക, വ്യോമ സേനകളുടെയും ഡൽഹി പോലീസിൻ്റെയും ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇനി പ്രസംഗ പീഠത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ സംബന്ധിച്ച് ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ദിവസം, പ്രത്യേകിച്ച് 78ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം, അത് രാജ്യം വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചുവടുകളാണ് വെക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യദിനം നൽകുന്ന സന്ദേശം വികസിത ഭാരതം എന്ന സന്ദേശമാണ്. ആ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രാധാന്യമുണ്ട്. SKN ഏറെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന കാര്യം, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നിര ഇത്തവണ ഇവിടെ അവരുടെ സാന്നിധ്യമാണ് എന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചില വിഷയങ്ങളിൽ, ഈ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ വിട്ടുനിൽക്കുന്ന സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിപക്ഷ നിര ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു എന്നത് ഈ ദൃശ്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ മികവ് നൽകുന്ന ഒരു ദൃശ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുകളിലേക്ക് വരികയാണ്. ഈ പ്രസംഗ പീഠത്തിലേക്ക് അദ്ദേഹം എത്തും. അതിന് മുൻപ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ പതാക അദ്ദേഹം ഉയർത്തും. ദേശീയ പതാക ഉയർത്തുമ്പോൾ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയുടെ മുകളിലേക്ക് പടവുകൾ കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാന കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ടവർ അടക്കമുള്ളവർ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. വർണ്ണാഭമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയുടെ നിറവിലാണ് നമ്മുടെ രാജ്യം എന്ന് പറയാം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അഭിസംബോധനയുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് വേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മൻ കി ബാത് പരിപാടിയിലൂടെ അദ്ദേഹം സമാഹരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി അദ്ദേഹം എത്തുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുക വീണ്ടും അധികാരത്തിലെത്തിയതിൻ്റെ സന്തോഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പങ്കുവയ്ക്കുക. അതിനുശേഷം 2047 രാജ്യം വികസിതമാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ ചുവടായി ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനായി നമ്മുടെ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു. മാന്ദ്യ വെല്ലുവിളികൾ പല മേഖലകളിലും ഉയർന്നപ്പോഴും ലോകത്തെ പല രാജ്യങ്ങളും മാന്ദ്യ ഭീഷണിയിൽ സ്തംഭിച്ചപ്പോഴും നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ നേട്ടം കൈവരിച്ചുകൊണ്ട്, സാമൂഹിക മേഖലയിൽ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചുകൊണ്ട്, വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ സാമൂഹിക സമത്വം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം, അത് യാഥാർത്ഥ്യമാക്കുന്ന കർമ്മ പരിപാടികൾ ഒരുപക്ഷെ ഈ പ്രസംഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ, സാക്ഷിയാകാനായി ചെങ്കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. 6000-ഓളം ക്ഷണിതാക്കളാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷണിതാക്കൾ എന്ന രീതിയിലേക്ക് ഇവിടെ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് 50ഓളം ആളുകൾ, ഈ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 50ഓളം ആളുകൾ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ഷണിതാക്കളുടെ പട്ടികയിൽ ഇന്നത്തെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടത് സമൂഹത്തിൻ്റെ നാനാ തുറകളിലും മികവ് പ്രകടിപ്പിച്ച ആളുകളാണ്. ആ മികവ് പ്രകടിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികളുണ്ട്. ഒപ്പം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ ആളുകളുണ്ട്. ഒളിമ്പിക്സിൽ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളായിട്ടുള്ളവർ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ
ആഘോഷ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ വികസിത ഭാരതം എന്ന സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ, നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്ന ദൃശ്യം എന്ന് പറയാം. ഒരുപക്ഷെ ചെങ്കോട്ടയിൽ കാണുന്ന ഈ ഒരുമ നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്ത് ഒരു രാജ്യത്തിനുമില്ലാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകതകളുള്ള രാജ്യമാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ, ഇത്രയധികം ഭാഷയുള്ള രാജ്യം, ഇത്രയധികം സംസ്കാരങ്ങൾ ഉള്ള രാജ്യം, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത രീതികളുള്ള രാജ്യം. ആ രാജ്യത്തെ എല്ലാം ഒരുമിപ്പിച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് ഓരോ വർഷവും വലിയ മികവുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്തായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ നമ്മുടെ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ ഭാഗമാകാനായി ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രപിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ത്യാഗോജ്വലമായിട്ടുള്ള ആ സ്മരണ നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടം ഇപ്പോൾ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികളെല്ലാം ചെങ്കോട്ടയിൽ സന്നിഹിതരായി കഴിഞ്ഞു. പ്രധാനപ്പെട്ട രാജ്യ തലസ്ഥാനത്തെ VIP-കൾ, അതുപോലെയുള്ള മന്ത്രിമാർ, സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ എത്തുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ പ്രതിരോധ സിംഗ്, രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഇവരെല്ലാവരും തന്നെ സന്നിഹിതരായി കഴിഞ്ഞു. ഒരുപക്ഷെ രാജ്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യ ഒന്നാണ്. ഇന്ത്യ കരുത്തോടെ മുന്നേറുകയാണ്. 2047 ആകുമ്പോൾ ലോകശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ 7:30 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തോട് പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗ പീഠത്തിലേക്ക് അദ്ദേഹം വരുന്ന തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രധാനമന്ത്രി പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കും. കൂടി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, Bandar Sena Palestine Guard! Bagol! Bandar Sena Palestine Guard! Bal chalega! Bal! Bandar Sena Palestine Guard! Palestine! राष्ट्रीय ध्वज फहराया गया है और राष्ट्रीय ध्वज गार्ड के जवान इस समय लाल किले की प्राचीर के सामने से प्रस्थान कर रहे हैं और यहाँ पर वायु विचरण करते हुए नजर आ रहे हैं। दो एडवांस ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പുഷ്പവൃഷ്ടി ചൊരിയുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. റെഡ് ഫോർട്ടിലേക്ക് പുഷ്പവൃഷ്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പുഷ്പവൃഷ്ടി ഹെലികോപ്റ്ററുകൾ ചൊരിയുന്നു. അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിൻ്റെ പതിവ് പ്രസംഗത്തിൽ ഇന്ന് ലോകശക്തിയായി മാറാൻ പോകുന്ന ഇന്ത്യയുടെ അണിയറ ഒരുക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജ്യം ഇന്ന്
ത്രിവർണ്ണ ശോഭയിലാണ്. നിങ്ങൾക്കറിയാം, 77 കൊല്ലങ്ങൾ കടന്നുപോയി. 78ാം സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി അല്പം മുമ്പ് ദേശീയ പതാക ഉയർത്തി റെഡ് ഫോർട്ടിൽ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരുപക്ഷെ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്ന കരുത്തിൻ്റെ പ്രകടനം തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ഇത്ര വർഷങ്ങൾ നടത്തിയ ഒരു പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗമായിരിക്കും നരേന്ദ്രമോദിയുടേതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം, ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ത്രിവർണ്ണ ശോഭയിൽ രാജ്യം തിളങ്ങി നിൽക്കുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നീണ്ട 77 വർഷങ്ങൾ നമ്മൾ താണ്ടി ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നുപോയി. വിദേശ ശക്തികളുമായി നമ്മൾ ചിലപ്പോഴൊക്കെ ഏറ്റുമുട്ടി. എന്നാൽ കരുത്തിൻ്റെ കാര്യത്തിൽ, ഐക്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാണ്. ഒരേ ശക്തിയിൽ, ഒരേ സ്വരത്തിൽ, ഒരേ രീതിയിൽ പ്രതികരിച്ച പാരമ്പര്യവും പരിചയവുമാണ് ഇന്ത്യക്കുള്ളത്. രാജ്യത്തിന് അഭിമാനമായ സൈനിക ശക്തിയെയും അതേപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാരെയും ഒക്കെ നമ്മൾ ഇത്തവണത്തിൽ ഈ സാഹചര്യത്തിൽ സല്യൂട്ട് ചെയ്യുകയാണ്. ഡൽഹി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം, ത്രിവർണ്ണ ശോഭയിൽ രാജ്യം മുങ്ങി അമർന്ന് കിടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ഭാരതീയനും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുമ്പോൾ ലോകശക്തിയാക്കാൻ കുതിക്കുന്ന രാജ്യത്തിൻ്റെ പതാക കൂടിയാണ് പാറിക്കളിക്കുന്നത്.